നേരത്തെ എണീറ്റിട്ടുണ്ടെന്ന് നമുക്ക് കുറച്ച് യാത്രയൊക്കെ ഉണ്ട്. അപ്പൊ ശ്രുതി വീട് ഫുള്ളും വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി ഇവിടെ അടിച്ചൊരു വൃത്തിയാക്കിയിട്ടുണ്ട്, റൂമൊക്കെ അടിച്ചൊരു വൃത്തിയാക്കി. ഇനിയിപ്പം ചാണകം തെളിക്കാണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ശ്രുതി ചാണകം വെച്ചിട്ടുണ്ടെങ്കിൽ വീടിനൊക്കെ ശുദ്ധീകരിക്കാണ് ശ്രുതി. നമ്മുടെ ഡ്രസ്സിലും അതിലൊന്നും ആവാതെ ശ്രുതി ചാണകം വെച്ചിട്ടിരിക്കാൻ നോക്കാം. അങ്ങനെ ശ്രുതി പുറത്തൊക്കെ ഇറങ്ങി ശ്രുതി നോക്കാത്ത ഡ്രസ്സിലൊക്കെ ചാണകം തെളിച്ചിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല. വീടിന്റെ ബാഗൊക്കെ തെളിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നമ്മൾ സംഖ്യകളൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കരുത്. നമ്മളുടെ ശ്രുതിയുടെ വിശ്വാസപ്രകാരം ശ്രുതി എന്താ ചെയ്യാണ്. രാവിലെ നടക്കാനും കുളിക്കാൻ വന്നിരിക്കുകയാണ്. ക്ലൈമറ്റ് ഇന്നത്തെ പോലെയാണ്, വെയിലും മഴയും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയാണ് മഴയാണ്, ഇപ്പൊ നല്ല വെയിലടിക്കുന്നുണ്ട്. കുറച്ച് എത്രയും പെട്ടെന്ന് കുറിച്ച് നമുക്ക് മുകളിൽ പോവാം. നമുക്കിന്ന് ട്രാവലൊക്കെ ചെയ്യാനുള്ളതാണ്, പെട്ടെന്ന് പോകണം. ആ ചെറിയ ക്യാനുള്ള ശ്രുതി എടുക്കും, ബക്കറ്റിലുള്ള ഞാൻ എടുത്തുകൊണ്ട് പോകും കുളിച്ചുകൊണ്ട്. ബക്കറ്റും ക്യാനൊക്കെ എത്തിക്കഴിഞ്ഞു ഗൈസ്. ചാണകം വീഴുന്നത്ര മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയാം. കാരണം എന്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഓലപ്പുര വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നിലമൊക്കെ മെഴുകിയിരുന്നത് സിമെന്റ് കൊണ്ടൊന്നുമല്ല, ചാണകം കൊണ്ടാണ്. അപ്പൊ